ഇതിനു മുമ്പ് ഞാനിവിടെ വന്നത് 1993 36 വർഷം മുമ്പ്. അങ്ങകലെ കാണുന്ന മലയിൽ ഒരു 18 ഏക്കർ സ്ഥലത്ത് മരം മുറിക്കാനായിട്ടാണ്, ഒരു എസ്റ്റേറ്റിൽ മരം മുറിക്കാൻ വന്നതാണ്. അന്ന് ഞാൻ LLB ഫസ്റ്റ് ഇയർ ചേർന്ന ഒരു കാലം. ഈ പള്ളിക്ക് പകരം വന്നൊരു പഴയ പള്ളിയായിരുന്നു. ഇത് പുതുക്കി പണിതാണ്. വെട്ടത്തൂർ. ഇത് പാലക്കാടിൻ്റെയും മലപ്പുറത്തിൻ്റെ അതിർത്തിയിലെ ഗ്രാമമായിട്ടുള്ള വെട്ടത്തൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അന്നത്തെ ഓർമ്മ, കോടതി വെക്കേഷൻ ജസ്റ്റ് ഒന്ന് കറങ്ങാനിറങ്ങി, പഴയ ഓർമ്മകളൊക്കെ ഒന്ന് പുതുക്കാനിറങ്ങി. അതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അന്ന് ഈ റോഡൊന്നും ടാർ ചെയ്തിട്ടൊന്നുമില്ല, കട്ടിൽ വിരിച്ചതാണ്. അന്ന് എനിക്കൊരു ജീപ്പ് ഉണ്ടായിരുന്നു, ഒരു ബുള്ളറ്റ് ഉണ്ടായിരുന്നു. രസകരമായിട്ടുള്ളൊരു ഓർമ്മയുണ്ടായിരുന്നു. ഈ പള്ളിയിലും പിന്നെ അതേപോലെ കുറേ സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെയുള്ള സുഹൃത്തുക്കളെയൊന്നും അന്വേഷിക്കുന്നില്ല. ഞാൻ വന്ന് തിരിച്ചു പോകുന്നു. എൻ്റെ സുഹൃത്ത് ഈ മുമ്പിൽ കാണുന്ന ഈ പജീറോ വാഹനം മാത്രം. ഒരു നല്ലൊരു ഓർമ്മ. ഇങ്ങനെ ഓർമ്മ അവശേഷിപ്പിക്കാൻ വേണ്ടി ഓർമ്മ അന്വേഷിച്ച് പോകുന്നവർ കുറവായിരിക്കും. എൻ്റെ ഒരു ശീലമായിപ്പോയി. എല്ലാവർക്കും നന്മ വരട്ടെ. പപ്പി അങ്ങോട്ട് നോക്കിയേ. പപ്പീനെ ആ വീക്ക് പോയിന്റും കൂടി എടുക്കാം. ചാടി സൂപ്പറായിട്ടുണ്ട്. അത് അവിടേക്ക് നടന്നു പോകാനും പറ്റുള്ളൂ, ആ വീക്ക് പോയിന്റിലേക്ക്. ആ മേട് വരെ വണ്ടി പോവോ? ഓ എൻ്റെ അമ്മോ. അതൊക്കെ പേരെന്താണ്? നരസിംഹ. ഓക്കെ. നല്ല മനോഹരമായ സ്ഥലം. ഇത് മഴക്കാലത്ത് ഭയങ്കര രസമായിരിക്കും അല്ലേ? മഴക്കാലത്തേ ഭയങ്കര രസമായിരിക്കും അല്ലേ? ശരിക്കും അങ്ങനെ ഒരു സംഭവം ശരിക്കും. പപ്പി ഇതപ്പോ ഈ നേരെ കാണുന്ന ടൗണ് ഗോളിക്കടവ്, ആ റൈറ്റ് സൈഡിൽ കാണുന്നത് അഗളി അല്ലേ? ആ 1 കിലോമീറ്റർ വ്യത്യാസമുള്ളൂ തമ്മിലല്ലേ? ഓക്കെ ശരി. ഇത് അഗളി പട്ടണത്തിൽ നിന്ന് ഒരു 1/2 കിലോമീറ്റർ മാറി. അഗളി അട്ടപ്പാടി എന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ ഞാനൊരു ഇത്ര വലിയൊരു സ്റ്റാൻഡേർഡ് പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഇത് വളരെ മനോഹരമായിട്ടുള്ള റിസോർട്ടുകളും ഹോം സ്റ്റേകളും ബേക്ക് ഹൗസും എല്ലാം ഉണ്ട്. അത്യാവശ്യം നല്ല, ഇത് ഈ മൺസൂൺ കാലഘട്ടത്തിലൊക്കെ നല്ല രസമായിട്ടുള്ളൊരു ടൂറിസ്റ്റ് പ്ലേസും കൂടിയിട്ടാണ് ഈ അഗളി. തെങ്ങുകൾക്കൊന്നും പ്രത്യേകിച്ച് കേടൊന്നുമില്ല. നല്ല തെങ്ങുകൾ, നല്ല കരുത്തുള്ള തെങ്ങുകൾ. അവിടെ ബാഡ്മിൻ്റൺ കോർട്ട് കണ്ടോ? നല്ല ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള ബാഡ്മിൻ്റൺ കോർട്ട്. ഇത് രസം ബേക്സ് ജ്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു ബേക്കറിയാണ്. പക്ഷെ ഇപ്പം കച്ചവടം കുറവാണെന്ന്, ചൂടിൻ്റെ ആയിരിക്കും. എന്തായാലും സൂപ്പറായിട്ടുണ്ട്. ഇത് അഗളി ടൗണിൽ നിന്ന് ജസ്റ്റ് ഒരു 200 മീറ്റർ മാറിയിട്ടുള്ള റെസിഡൻഷ്യൽ ഏരിയയാണ്. അത്യാവശ്യം നല്ലൊരു ഏരിയയാണ്. ശിരുവാണി പുഴ, ചെറിയൊരു പുഴയാണ്. ശിരുവാണി ഡാമിൽ നിന്ന് ഒഴുകുന്ന ചെറിയ പുഴ, ശിരുവാണി പുഴ. പക്ഷേ ഇതൊരു സാധാരണ പുഴയുടെ പകുതി വീതിയുള്ളൂ. വെള്ളമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഡാമിൽ നിന്നുള്ള ഓവർഫ്ലോ വെള്ളമാണ് ഈ വരുന്നത്, ശിരുവാണി ഡാമിൽ നിന്നുള്ള വെള്ളം. ശിരുവാണി ഡാം ഇവിടെ കരിമ്പ കല്ലടിക്കോട് ഭാഗത്തു നിന്നാണ് അയാൾക്ക് ശിരുവാണി ഡാമിലേക്ക് എൻട്രൻസ്. അപ്പോൾ അതിൽ നിന്ന് ഒഴുകുന്ന വെള്ളമാണത്. പക്ഷേ ഇപ്പം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആളുകളൊക്കെ സെറ്റിൽ ചെയ്യേണ്ടത് ഇപ്പോൾ ഈ അഗളി ഭാഗത്താണ്.
നല്ല വില, സ്ഥലത്തുങ്ങൾക്കൊക്കെ നല്ല വില കൂടിയിട്ടെന്ന് പറയുന്നുണ്ട്. ശരി, നല്ല സൂപ്പർ ഏരിയ എന്തായാലും. അവിടെ ഒരു ചെക്ക് ഡാമുണ്ട്, കുളിക്കാൻ സൗകര്യമുണ്ട്. എന്തായാലും പ്രകൃതിയുടെ നല്ല മനോഹരമായ ദൃശ്യമാണ്. പപ്പിക്കുട്ട, ഗൂളിക്കടവ് ടൗണിൻ്റെ ഭംഗി കണ്ടോ പപ്പി? നല്ല ഭംഗിയില്ലേ ഗൂളിക്കടവ്? നിന്ന് അണക്കിനെന്തിനാ? പേടിക്കണ്ട, പേടിയൊക്കെ മാറ്റിത്തരാം കേട്ടോ. കാലത്ത് നമുക്ക് ഒരുമിച്ച് മോർണിംഗ് വാക്കിന് പോവാം. ഒരുമിച്ച് പോവാല്ലേ? ഓക്കെ, റെഡി, സമ്മതിച്ചു. അരമയാന വീഡിയോ. ഡോക്ടറെ, യെസ്, സൂപ്പർ ഡോക്ടർ, സൂപ്പർ. പോവാണ്. മാമുണ്ടോ? പപ്പി ചിക്കനൊക്കെ കൂട്ടി കഴിക്കുകയാണ് അല്ലേ? ചിക്കനൊക്കെ കൂട്ടി കഴിക്കുകയാണ്. പപ്പി കഴിച്ചോ? കഴിച്ചോ പപ്പി കഴിച്ച്. എടുക്കണേട്ടാ. അട്ടപ്പാടി ചിറ്റൂർ ഭാഗം ഒരു മനോഹര ദൃശ്യമാണ്. താഴെ മലയുടെ താഴ്വാരങ്ങളിൽ അത്യാവശ്യം കൃഷിയുണ്ട്. ഇന്നലെ അകളിയിൽ ഗൂളിക്കടവിൽ താമസിച്ചിട്ട് ചിറ്റൂർ വരെ ഒന്ന് പോയിട്ട് വരാമാണ്. അപ്പോൾ അതിനിടയിലുള്ളൊരു ദൃശ്യം പകർത്തിയതാണ്. നല്ലൊരു ക്ലൈമറ്റാണ് ഇവിടെ. ഒരു മാക്സിമം ഒരു 18 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂടുള്ളൂ കാലത്ത്. ഇവിടെ ഒരു 30 കൂടുതൽ പോകാറില്ല എന്ന് പറഞ്ഞു ഉച്ച സമയത്തായാലും. എടുത്തു പറയേണ്ട കാര്യം നല്ല ക്ലൈമറ്റാണ്. ഇപ്പോൾ അകളിൽ നിന്ന് ഏകദേശം ഒരു 18 കിലോമീറ്റർ അകലെയാണ്. 17 കിലോമീറ്റർ അകലെയാണ് ഷോളയൂർ. ചെറിയൊരു പട്ടണം എന്ന് പറയാനില്ല, പക്ഷെ ഒരു ജംഗ്ഷൻ എന്ന് പറയാം. അവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട് അത്യാവശ്യം. പക്ഷെ ക്ലൈമറ്റ് ഈസ് സൂപ്പർ. നല്ല ഗ്രീനറി, നല്ല ഓക്സിജൻ. ശരിക്കും ഒരു എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ് അട്ടപ്പാടി. 2 ദിവസം ഇവിടെ തങ്ങാനും ഉണ്ട്. ശരിക്കും അതിന് പറ്റിയ പ്ലേസുകളൊക്കെ അകളിയിലും ഗൂളിക്കടവിലൊക്കെ നല്ലതുണ്ട്. ഷോളയാറുണ്ടോയെന്ന് എനിക്കറിയില്ല. ഓക്കെ, എല്ലാവർക്കും സ്വാഗതം. ഇതാണ് ഷോളയാർ ടൗണ്. ചെറിയൊരു ടൗണാണ്, സൂപ്പർ. നല്ല കാമാൻ ക്വയറ്റാണ്. ഷോളയൂർ ക്ലൈമറ്റ് ഭയങ്കര സൂപ്പറാണ്, സമ്മതിക്കണം. ചെറിയ പട്ടണമാണെങ്കിലും ആളുകൾ തിങ്ങി താമസിക്കുന്നുണ്ട്. ലെഫ്റ്റും റൈറ്റൊക്കെ ആയിട്ട് കുറേ ചെറിയ കടകളും ഷോപ്പുകളൊക്കെ ആയിട്ട്. പക്ഷെ നീറ്റാണ്, ക്ലീനാണ് സ്ഥലം. മനോഹരമായ സ്ഥലം. അങ്ങനെ അട്ടപ്പാടി വനമേഖലയോട് വിട പറയുന്നു. മുക്കാലിയാണ്. ഇവിടുന്ന് കുറച്ച് ഒരു 17 കിലോമീറ്റർ ഉള്ള സൈലൻറ്റ് വാലിയിലേക്ക്. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം.